ഞങ്ങളെല്ലാവരും മരിച്ചിട്ട് ഈ ദുനിയാവുരെ അന്ത്യ അത് സംഭവിക്കറ്. അതിൽ പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുരെ മുന്നಲು നിക്കൊണ്ടു. ആ നിക്കരെ 4 വിഷയത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചമ്മത്തെ ആയത്തിൽ ആ 4 ചമ്മ വിശേഷണത്തെ അള്ളാഹു ಬೇರೆ ಬೇರೆ ರೂಪത്തിൽ അള്ളാഹു ചൊന്നറ. ആ ചൊന്നെ കൂട്ടത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് 86 സൂറത്തിലെ 9 ആയത്തിൽ സൂറത്തു അൻ-നജ്മുലു അള്ളാഹു പഠിപ്പാട്ടത് ആ 4 പ്രത്യേകത എന്തിരെ യൗമ തുബുല സറായിർ. ആ 4 പ്രത്യേകത നിങ്ങളെ രഹസ്യമായത് എന്തെല്ലാം ഉണ്ടാ അതിരെ പരിശോധിക്കരെങ്കത്തെ അല്ലെങ്കിൽ അതിരെ പരസ്യാക്കരെങ്കത്തെ ആൾമാരെ മുന്നോളു കാട്ടരെങ്കത്തെ ഒരു നാളായിട്ടിക്കത് ചൊല്ലതായിട്ടിക്കർ. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കരേണ്ടായെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചമ്മ വിഷയം ആലോചനാക്കുകൊണ്ടു. എന്നിട്ട് ആ 4 പ്രത്യേകത അള്ളാഹു ചൊല്ലി. യൗമ ആ 4 പ്രത്യേകത തുബുല സറായിർ, നിങ്ങളെ രഹസ്യത്തെ അള്ളാഹു പരസ്യാക്കറാണ്ട്. ഞങ്ങൾ ദുനിയാവിലു രഹസ്യമാക്കി വെച്ചത് ആൾമാരെ മുന്നോളു കാട്ടാണ്ട് ഞങ്ങൾക്ക് മാത്രം ഗൊന്തിന്നെ കുറേ വിഷയ ദുനിയാവുലിൻ അതെല്ലാം അള്ളാഹു നാളെ പരലോകത്തെ എന്താക്കറ പരസ്യാക്കറാണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കറോടെ പണ്ഡിതന്മാർ പഠിപ്പാട്ടത്തെ കാണാൻ എന്തിരെ യൗമ തുബുല സറായിർ ചൊന്നി എന്തിരെ യൗമ തുഖ്തബറു സറായിർ, നിങ്ങളെ രഹസ്യത്തെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആക്കറ അല്ലെങ്കിൽ അതിനെ പരിശോധിക്കറ. ഫയുക്ഷഫു അമ്മാ കാനത്ത് തുദ്മിറുഹുൽ ഖുലൂബു മിനൻ നിയാതി വൽ അഖായിദി വഗൈരിഹാ, നിങ്ങളെ ഖൽബറ ഉൽഗ നിങ്ങൾ ഒണിപ്പാട്ടി വെച്ചിട്ടിന്നതായ നിങ്ങളെ നീയത്ത്, നിങ്ങളെ ഉദ്ദേശിക്കു അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസ അതല്ലെങ്കിൽ നിങ്ങളെ ഖൽബറ ഉൽഗ ഇന്നതായ എന്തെല്ലാം ഉണ്ടാ അതെല്ലാം അല്ലാഹു പറത്തു കൊമ്പണ്ട. അങ്ങനെ പറത്തു കൊമ്പന്നിട്ടായെങ്കിൽ ഈ ലാസ്റ്റ് പലക്ക ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല അങ്ങനെ പറത്തു കൊമ്പന്നിൽ പിന്നെ ഫയതമയ്യസു സ്വാലിഹു മിൻഹാ വൽ ഫാസിദ്, നിങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹാറ് ഫാസിദാറുണ്ട് അള്ളാഹു വേർതിരിക്കരുത് ഔടായിട്ടിക്കർ. അപ്പൊ ദുനിയാവുലു ഞങ്ങൾ നല്ല മനുഷ്യന്മാരായിട്ട് ആൾമാരെ മുന്നോൽ ഇങ്ങനെ ഇക്കുക, നല്ല ഡ്രസ്സും ഇട്ടിട്ട് നല്ല താടിയും വെച്ചിട്ട് എല്ലാ ആൾമാരെ മുന്നോൽ ഞങ്ങൾ നല്ല മനുഷ്യന്മാരായിട്ടിക്കുക. ചിലപ്പോൾ 5 വക്ത് നിസ്കാരത്തും പല്ലിക വണ്ടങ്ങായിട്ടിക്കുക ഞങ്ങൾ. അപ്പൊ ആൾമാർക്കെല്ലാം ഞങ്ങളെ വിഷയത്തിൽ നല്ല അഭിപ്രായം മാത്രം, വേണ്ടാത്തതെന്തും ആൾമാർക്ക് ഞങ്ങളെ വിഷയത്തിൽ ചൊല്ലുകില്ല. ആയെങ്കിലാ ദുനിയാവുള്ള ആൾമാർ ഞങ്ങളെ അവന് നല്ല മനുഷ്യ അല്ലെങ്കിൽ ഇന്ന വ്യക്തി അത് വേണ്ടാത്ത നല്ല മനുഷ്യ അല്ല, അവന് മോശമായ വേണ്ടാത്ത മനുഷ്യ അല്ലെങ്കിൽ സ്വാലിഹ് ഫാസിദ് ചൊന്ത് ദുനിയാവുള്ള ആൾമാർ എന്താക്കുവാറ് ചില ആൾമാരെ ಬೇರೆ ಬೇರೆ ആക്കിട്ടിക്കുവാറ്. അതല്ല, അള്ളാഹുരെ മുന്നോട്ട് ഞങ്ങൾ പോയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ ഉൾഗത്തിൽ ഞങ്ങളെ രഹസ്യമായിട്ടുള്ളത് പറത്ത് കാണ്ടതല്ല, ഞങ്ങൾ രഹസ്യമായിട്ടാക്കിയതിൽ അള്ളാഹു പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കേൾക്കറ. ആ കേട്ടതിരെ ക്വസ്റ്റ്യൻ ആക്കിയാൽ പിന്നായിട്ടിക്കറ് ഫയതമയ്യസു സ്വാലിഹു മിൻഹൽ ഫാസിദ്, സ്വാലിഹാറ് ഫാസിദാറുണ്ട് അള്ളാഹു അവിടെ വേർതിരിക്കരേ ചൊന്തു ഞങ്ങൾക്കൂടെ മനസ്സിലാക്കുക സാധ്യവർ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളെ പരസ്യ ജീവനത്തെ കാണ്ടിയും ഞങ്ങളെ രഹസ്യ ജീവനത്തെ ശുദ്ധമായിട്ട് ഞങ്ങൾ ബൈക്കൊണ്ട്. അതിനർത്ഥ പരസ്യ ജീവനത്തിൽ ഞങ്ങൾ വേണ്ടാത്ത മനുഷ്യന്മാർ ആവണുണ്ടല്ല അതിനർത്ഥ. ആയെങ്കിൽ ಅದರ ഉദ്ദേശം എന്തിരെ ഞങ്ങളെ പരസ്യത്തെക്കാളും രഹസ്യം നല്ല ആക്കണുണ്ട്. അതായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുര വിഷയത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്ന ഒരു പലക്ക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു കേക്കർ മരിക്കുക പോണ്ടതായ സന്ദർഭത്തിൽ ഒരു മുഷാവറാക്കർ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു നക്ക അയാളുടെ വിഷയത്തിൽ ഗൊന്തുള്ളത് അന്ന അലാനിയതഹു അന്ന സറായിറഹു ഖൈറും മിൻ അലാനിയതിഹി, അയാളുടെ രഹസ്യ ജീവന ചൊല്ലത് അയാളുടെ പരസ്യമായ ജീവനത്തെ കാട്ടിയും അത് പരിശുദ്ധമായിട്ട് ചൊന്ന് അയാളുടെ വിഷയത്തിൽ ചൊന്നത് നമുക്ക് കാണുക സാധ്യവും. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചൊന്നൊരു പലക്കൊണ്ടു. അയാൾ ചൊന്തു അൽയൗമ അമലുൻ വലാ ഹിസാബ്, ഇണ്ടത്തെ നാള് ചൊല്ലത് ഞങ്ങൾക്ക് അമലാക്കുള്ള നാളായിട്ടിക്കറ്, ഇണ്ട ആരും ഞങ്ങളുടെ കേൾക്കുക പറ്റില്ല നിന്റെ രഹസ്യ ജീവിതം എന്ത് അങ്ങനെ അല്ലെങ്കിൽ നീ രഹസ്യ ജീവനത്തിൽ അങ്ങനെ ആക്കിരേ ഇങ്ങനെ ആക്കിരേ ആരും ഞങ്ങളുടെ കേൾക്കുക പറ്റില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഒരു നാള് നിങ്ങൾക്ക് പറകൊണ്ടു അണ്ട് അള്ളാഹു ഞങ്ങളുടെ കേൾക്കറ. നാ നുപ്പാട്ട ആയത്തിൽ ചൊന്നതുപോലെ അണ്ട് ഞങ്ങളുടെ അള്ളാഹു കേൾക്കറ, അണ്ട് അമലാക്കുക നിങ്ങൾക്ക് തൗബാക്കുക കണ്ട ഓപ്ഷൻ ഇല്ല. അലി റളിയല്ലാഹു അൻഹു ബാക്കി ചൊല്ലു വഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻ ആക്കോറോ ഹിസാബ് ആക്കോറോ.
നന്റെ രഹസ്യ ജീവനം എങ്ങനെ ഉണ്ടു? നന്റെ പരസ്യവും രഹസ്യവുമായ ജീവനത്തിൽ ജണ്ടും ഒരേപോലെ ഉണ്ടാ, ജണ്ടു ಬೇರೆ ಬೇರೆ ഉണ്ടാ? അതല്ലെങ്കിൽ ನಾನು രഹസ്യ ജീവനത്തിൽ എന്തെല്ലാം നല്ലതാക്കിയുള്ള എന്തെല്ലാം തപ്പാക്കിയുള്ള ഞങ്ങൾ ഒന്ന് പരിശോധനാക്കാം. സയ്യിനു ബാത്തിനകും വഅസ്ലിഹൂഹു ഫഹുവ ഇമാദുദ്ദീൻ. സയ്യിനു ബാത്തിനകും, നിങ്ങളെ രഹസ്യ ജീവനത്തിൽ നിങ്ങൾ ചന്താക്കുറു. പരസ്യ ജീവനത്തിൽ നിങ്ങൾ ചന്തായെങ്കും അയ്യാവല. ഒരു 10 ആൾ ഞങ്ങളെ വിഷയത്തിൽ അവൻ നല്ല മനുഷ്യഭാവാണ്ട് ചെന്നെങ്കും അയ്യാവല. നിങ്ങളെ രഹസ്യമായ ജീവനം നിങ്ങൾ നല്ലാക്കുറു. വാസ്ലിഹൂഹു, നിങ്ങളതിനെ ക്ലിയർ ആക്കുറു. ഫഹുവ ഇമാദുദ്ദീൻ, നിങ്ങളെ ജീവനത്തെ നിങ്ങളെ ദീനൊരു അടിസ്ഥാന ചൊല്ലത്. നിങ്ങൾക്ക് ഇസ്തിഖാമത്ത് വേണു, മരിക്കരോട് തോലോ ഈ ഈമാനിൽ നിങ്ങൾക്ക് നിലനിൽക്കൊണ്ടുണ്ടായെങ്കിൽ അതിന് അടിസ്ഥാന ചൊല്ലത് എന്തേ? അത് ഈ ഞങ്ങളുടെ രഹസ്യ ജീവന നല്ലതാവണു ചൊല്ലത് ഏറ്റിക്കർ. പരസ്യ ജീവന മാത്ര നല്ലതായെങ്കും അയ്യാവല. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, അയാൾ ചൊല്ലത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ പരസ്യ ജീവനത്തിൽ ആക്കിയതായ ചമ്മ അമലിക്കർ, ഞങ്ങൾ നിസ്കരിച്ചിട്ടിക്കറ, ഞങ്ങൾ സ്വതക്ക കൊടുത്തിട്ടിക്കറ, അങ്ങനെയല്ല ഞങ്ങൾ ചമ്മ ഇബാദത്ത് ഞങ്ങൾ ആക്കിട്ടിക്കറ. അത് അള്ളാഹു സ്വീകരിച്ചിರಾ ഇല്ലേಂಟು ഞങ്ങൾക്ക് എങ്ങനെ ಗೊತ್ತಾವ್ರೆ? അത് സ്വീകരിച്ചിರಾ ഇല്ലേಂಟು ഞങ്ങൾക്ക് ಗೊತ್ತಾವ್ರ? അത് ക്ലിയർ ആയിട്ട് അള്ളാഹു സ്വീകരിച്ചിರಾ ഇല്ലേಂಟು ഞങ്ങൾക്ക് ಗೊತ್ತಾവുക ദുനിയാവിൽ സാധ്യല്ല. ആയെങ്കില സ്വീകരിച്ചതിക്ക് കുറെ അടയാളം ഉണ്ട്. അള്ളാഹു അത് ഞങ്ങളിൽ സ്വീകരിച്ചിട്ടിക്കുക, അല്ലെങ്കിൽ സ്വീകരിച്ചതിക്ക് കുറെ തെളിവ് അടയാളത്തെ അള്ളാഹു ദുനിയാവിൽ വെച്ചിര. അത് മഹാനായ ഇബ്നുൽ ജൗസി ചൊല്ലു, മൻ അറാദ ദലീലൻ അലാ ഇഖ്ലാസിഹി, ಅವನಿಗೆ ಇಖ್ಲಾಸಿಂತ ಅವನು ನಿಸ್ಕರಿക്കുമ്പോൾ ഞങ്ങൾ ഇഖ്ലാസ് സരിയുണ്ടാ ഇല്ലേ ഞങ്ങൾക്ക് എപ്പോഴും വസ്വാസ് അവരെങ്കത്തെ വിഷയ ഇട്ടിക്കರು. അതല്ലെങ്കിൽ നാ സ്വതക്ക കൊടുക്കുമ്പോൾ എൻ്റെ ഇഖ്ലാസ് സരിയുന്ത ഇല്ലേ ഞങ്ങൾക്ക് സംശയമുള്ള വിഷയ ഇട്ടിക്കರು. അപ്പം അങ്ങനെ നിങ്ങളെ ഇഖ്ലാസ് സരിയുണ്ടായില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ നീയത്ത് സരിയുന്ത ഇല്ലേ എന്ന് പരിശോധിക്കുന്നുണ്ടായെങ്കിൽ നീ എന്താക്കറു? ഫൽയൻദുറു ഫി അമലിഹി ഫി സിർരി, അവൻ്റെ രഹസ്യ ജീവനത്തിൽ അവന് സമാനമായ അമലാക്കറാനാണ് അവൻ നോക്കിയെങ്കിൽ മയ്യാവും. ഫൈന്നഹു ലാ യഅമലു ഫീ സിർരിഹി ഇല്ലാ മൻ അഖ്ലസ, ഇഖ്ലാസുള്ളവനുകല്ലാണ്ട് രഹസ്യ ജീവനത്തിൽ അമലാക്കുക സാധിക്കലാണ്ട്. സുബ്ഹാനല്ലാഹ്. ഞങ്ങ പള്ളിയിൽ വന്ന് 5 വക്ത് നിസ്കരിക്കിற, ആ നിസ്കാരത്തെ മുന്നൊല അല്ലെങ്കിൽ ആ നിസ്കാരത്തെ പിന്നമ സുന്നത്ത് നിസ്കാരം ഉണ്ട്. ഞങ്ങൾ എത്ര ആൾമാർ ഔത്തു ആരും കാണാണ്ട് ഞങ്ങൾ എത്ര ആൾമാർ അങ്ങനെ നിസ്കരിക്കിற. ഞങ്ങൾ ഖുർആൻ ഓതുற, ചിലപ്പ വെള്ളിയാഴ്ച പള്ളിയിൽ സൂറത്തുൽ കഹ്ഫ് ഓതുற, അല്ലാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ ഓതുற, ആരും കാണാണ്ട് രഹസ്യമായിട്ട് ഔത്തു പെഞ്ഞായിക പോലും ഗൊന്തില്ലാണ്ട് ഞങ്ങൾ ഖുർആൻ ഓതരെ, അങ്ങനെ ഒരു സന്ദർഭം ഞങ്ങൾക്കുണ്ടാ? അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ളെങ്കത്തെ ഇബാദത്ത് ഞങ്ങൾ എത്ര ആൾമാർ ശ്രദ്ധിക്കിற ആ വിഷയത്തിൽ ഇബ്നുൽ ജൗസി ചൊല്ലത്, നിങ്ങളെ പരസ്യ ജീവനത്തിൽ നിങ്ങൾ ആക്കിയെങ്കത്തെ അമൽ അത് അള്ളാഹു സ്വീകരിച്ചിര, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഖ്ലാസിന്ത് ചൊല്ലേക്കുള്ള ഒരു ഉദാഹരണമായിട്ടിക്കറ് നിങ്ങളെ രഹസ്യമായ എങ്കത്തെ ജീവന എങ്ങനെ ഉണ്ട് നോക്കിയെങ്കിൽ മയ്യാവും. അപ്പം ഞങ്ങൾ പരസ്യ ജീവനത്തിൽ നല്ല നല്ല ഇബാദത്താക്കിற, ആൾമാർ കാണുമ്പോൾ വേണ്ടാത്തതെന്തും ഞങ്ങൾ ആക്കില്ല, ആൾമാർ കാണാണ്ടായെങ്കിൽ എല്ലാ വേണ്ടാത്തതും ഞങ്ങൾ ആക്കിറാണ്ടായെങ്കിൽ ഞങ്ങൾ ഇഖ്ലാസ് സരിയില്ലാണ്ടായിട്ടിക്കറ് ಅದರ ಅರ್ಥ. അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്തിഖാമത്തിരെ തെരുവ് ഞങ്ങൾ എത്തിയിട്ടില്ലാണ്ടായിട്ടിക്കറ് ಅದರ ಅರ್ಥ. അതുകൊണ്ട് സഹോദരന്മാരെ, അലി റളിയല്ലാഹു അൻഹു ചൊന്നതുപോലെ ഹാസിബു അൻഫുസക്കും, നിങ്ങളിങ്ങനെ സ്വന്തത്തെ ഒന്ന് പരിശോധിക്കോറ്. ನಾನು ನನ್ನ ಜೀವನത്തെ ಪರಿಶೋಧಿಕೊಣು, നിങ്ങളെ ജീവനത്തെ പരിശോധിക്കോರು. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി ബാക്കി ചൊല്ലു, വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ചൊന്നെങ്കെಂದ್ರೆ അൻ യസ്തവിയ ഇൻദക സിർറു വൽ അലാനിയ. ഇഖ്ലാസ് ചൊന്നെങ്കെಂದ್ರೆ, ഇഖ്ലാസിಗೆ ചമ്മ വ്യാഖ്യാന പണ്ഡിതന്മാർ കൊടുത്ತಾರೆ ಎಂದ್ರೆ ഇഖ്ലാസ് ചൊന്നിക്ക്. ഇബ്നുൽ ജൗസി ചൊല്ലു, ഇഖ്ലാസ് ചൊന്നെങ്കിൽ അൻ യസ്തവിയ ഇൻദക സിർറു വൽ അലാനിയ, നിന്റെ പരസ്യ ജീവനവും രഹസ്യ ജീവനവും ഒരുപോലെ ആവരെ കേട്ടി ഇഖ്ലാസ് ചൊല്ലേണ്ട്. ഈ ഒരു അളവുകോൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ ഇഖ്ലാസിനെ അളന്നു നോക്കിയിട്ടായെങ്കിൽ സഹോദരന്മാരെ, ഞങ്ങൾ എത്ര ആളുടെ ഇഖ്ലാസ് ക്ലിയർ ആയിട്ടിരിക്കും. രഹസ്യവും പരസ്യവും ഒരുപോലെ അവരെ. അഖ്ലസുന്നാസി അമലുഹു മൻ കാന സിർറുഹു അഅ്ലമു മിൻ അലാനിയതിഹി. ഏറ്റവും വലിയ ഇഖ്ലാസുള്ള മനുഷ്യൻ ആരെ നമുക്ക് ചൊല്ലുക സാധ്യ? ഒരാളുടെ അലാനിയത്ത് പരസ്യ ജീവനത്തെ കാട്ടിയും രഹസ്യ ജീവന ശുദ്ധമായിട്ടൊരാൾ വെച്ചിട്ടുണ്ടായെങ്കിൽ അവൻ്റെ ജീവനായിട്ടിക്കറ അല്ലെങ്കിൽ അവനായിട്ടിക്കറ ഏറ്റവും ഇഖ്ലാസുള്ള മനുഷ്യ ചൊന്ത്. സുബ്ഹാനല്ലാഹ്. ഗൗരവത്തിൽ ഇത് ഞങ്ങൾ ശ്രദ്ധിക്കണായിക്കത്തെ കേൾക്കണായിക്കത്തെ പലക്കേട്ടിക്കറ. കാരണം നാളെ പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നോട്ട് ഞങ്ങൾ പോയിട്ടായെങ്കിൽ സഹോദരന്മാരെ, അവിടെ എന്തും മറച്ചു വെക്കുന്നതായിട്ട് എന്തുമില്ല. പിന്നൊരായത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. യൗമഇദിൻ തുഅറദൂന, അണ്ടത്തെ നാള് നിങ്ങൾ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തരാണ്ട്. എന്തൊരു രഹസ്യ ചൊല്ലത്? ഫല ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അണ്ടത്തെ നാള് ഖാഫിയ രഹസ്യ ചൊല്ലത് ഒന്നില്ലേ ഇല്ലാണ്ട്.
ಎಲ್ಲ ನಂಗೆ ಆಕ್ಯದೆಲ್ಲ ನಂಗೆ ರಹಸ್ಯಮಾಯಿಟ್ಟು ಪರಸ್ಯಮಾಯಿಟ್ಟು ಆಕ್ಯದೆಲ್ಲ അള്ളാഹുര മുന്നോളു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ നാൾ. അപ്പം അതുക്ക് മുന്നോളു ഞങ്ങളെ രഹസ്യ ജീവനത്തെ ഞങ്ങൾ ക്ലിയർ ആക്കി വെച്ചാണ്ടായെങ്കിൽ ഞങ്ങളെ പരസ്യ ജീവന ഞങ്ങൾക്ക് ഗൊന്തില്ലാണ്ടേ അത് ചിലപ്പോൾ നല്ലവർ അല്ലെ. രഹസ്യത്തിൽ ആരും കാണാത്ത സന്ദർഭത്തിൽ ഒരാൾ ഇബാദത്താക്കിയോണ്ടു, ആരും കാണാത്ത സന്ദർഭത്തിൽ അള്ളാഹുരെ വിചാരിച്ചിട്ട് അയാൾ ബുൾപുട്ടോണ്ടു, ആരും കാണാത്ത സന്ദർഭത്തിൽ അയാൾ ഖുർആൻ ഓതുണ്ടായെങ്കിൽ പിന്നെ അയാളുടെ പരസ്യ ജീവനത്തെ വിഷയം ചൊല്ലാനുണ്ടില്ലല്ലേ. അതിനാണ്ടി ചന്തമേ അയാൾ അതിനെ കാത്തു സൂക്ഷിക്കരുത്. അപ്പം അവിടെ ഞങ്ങൾ വലിയ ഒരു ശ്രദ്ധ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാണുക സാധ്യത. നോക്കൊരു ഇസ്ലാം രഹസ്യമായിട്ട് ആക്കിற ഇബാദത്തുക്ക് വലിയ പ്രാധാന്യത്തെ ചമ്മ ജാഗിൽ ഇസ്ലാം കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാണുക സാധ്യത. അതിലൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, നിങ്ങൾ ഔത്തു നിങ്ങൾ നിസ്കരിക്കൂ. ഫഇന്ന അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തൽ മക്തൂബ, ഫർള് നിസ്കാര കല്ലിങ്ക് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാര ചൊല്ലത് നിങ്ങൾ ഔത്തു നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാര ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നവിടെ പണ്ഡിതന്മാർ ചൊല്ലറ് എന്തുകൊണ്ടിട്ട് ഔത്തുള്ള നിസ്കാരത്തിന് ഇസ്ലാം ഇത്ര പ്രാധാന്യം കൊടുത്തു, എന്തുകൊണ്ടിട്ട് ഔത്തു നിസ്കരിക്കൂ വലിയ ഒരു ശ്രേഷ്ഠത്തെ ഇസ്ലാം കൊടുത്തത്. അവിടെ പണ്ഡിതന്മാർ ചൊല്ലിയ ചമ്മ കാറുണ്ട്. അതിലൊരു കാറിന് ഇട്ടിക്കരുത് ഏത് ഞങ്ങളെ രഹസ്യമായ ഇബാദത്തിനെ ഞങ്ങൾ യാറാക്കൂ ഇസ്ലാം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടിക്കരുത്. ഞങ്ങളെ രഹസ്യ ജീവനത്തിലുള്ള ഇബാദത്തിനെ യാറാക്കൂ അല്ലെ. ഞാൻ ഉപ്പാട്ട് ചൊന്ന ഞങ്ങളെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആവുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞങ്ങൾ എടുക്കാം. ഞങ്ങൾ 5 വക്ത് ഫർള് നിസ്കാര ഞങ്ങൾ ജമാഅത്തായിട്ട് ഞങ്ങൾ നിസ്കരിക്കുക ഇൻഷാ അല്ലാഹ്. ഈ ജമാഅത്ത് നിസ്കാരത്തിന് ഞങ്ങൾ എത്ര ടൈം ഞങ്ങൾ സ്പെൻഡ് ആക്കുക? ഉദാഹരണക്ക് സുബൈക്ക് ഒരു ടൈം ഞങ്ങൾ സ്പെൻഡ് ആക്കുക ഒരു 15 മിനിറ്റ്, അല്ലെങ്കിൽ ളുഹുർക്ക് ഒരു ടൈം, അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ 5 വക്ത് നിസ്കാരം 1 ഗಂಟೆ ഞങ്ങൾ ഫർള് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുക. അതൊക്കെ സമാനമായിട്ടൊരു 1 ഗಂಟೆങ്കും ഏറ്റവും ചുരുങ്ങിയത് സഹോദരന്മാരെ ഞങ്ങൾ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കറമ. അങ്ങനെ നിസ്കരിക്കരെങ്കിൽ ഞങ്ങളെ രഹസ്യവും പരസ്യവും എന്താ ഒരുപോലെ എന്തായിത്തല്ല. അഥവാ ഞങ്ങളെ പരസ്യ ജീവനത്തിൽ ഞങ്ങൾ ഫർളായിട്ട് നിസ്കരിക്കുന്നതായ ഞങ്ങളെ നിസ്കാര, ആ നിസ്കാരത്തെ ഇഖ്ലാസ് ക്ലിയർ ആവണുണ്ടെങ്കിൽ എന്തിനാവണു ചൊന്നേ ഞങ്ങളെ രഹസ്യ ജീവനത്തെ ഇബാദത്തും സമാവണുണ്ട്. അപ്പൊ രഹസ്യ ജീവനത്തിലും അതൊക്കെ സമാനമായിട്ട് ഞങ്ങൾ എന്താക്കണു സുന്നത്തായ നിസ്കാരത്തെ ഞങ്ങൾ നിസ്കരിക്കണം. അതുകൊണ്ടായിട്ട് ഇസ്ലാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഔത്തു നിങ്ങൾ നിസ്കരിക്കണു ചൊന്തു പ്രേരണ കൊടുത്തല്ലേ. ഔത്തു നിസ്കരിക്കരേക്ക് ഒരു പ്രത്യേകമായ പ്രേരണ ഇസ്ലാം കൊടുത്തത് അതുകൊണ്ടായിട്ടിക്കർ. പിന്നെ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതക്കത്തെ വിഷയം ചൊല്ല, അവിടെയും രഹസ്യമായിട്ട് കൊടുക്കുന്നതുക്ക് വലിയ പ്രാധാന്യം കൊടുക്കുറേ. എതിർ അള്ളാഹു ചൊല്ലേ നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോഴത്തേക്കു അതിനെ പരസ്യമായിട്ട് കൊടുത്താർ. അത് ചില സന്ദർഭത്തിൽ സ്വതക്ക പരസ്യമായിട്ട് കൊടുക്കുന്നത് ഇസ്ലാം പ്രേരിപ്പിച്ച ചില സന്ദർഭമുണ്ട്. ഇപ്പൊ ഒരു വലിയൊരു കളക്ഷൻ പത്ത് ഒരു സ്വതക്ക കൊടുക്കുക ഒരാൾ പ്രേരിപ്പിച്ചിട്ട്, അപ്പൊ ആരും കൊടുക്കില്ല. അപ്പൊ ഒരാൾ പരസ്യമായിട്ട് കൊടുത്തിട്ട് അയാളുടെ കണ്ടിട്ട് ബാക്കി നിങ്ങൾ കൊടുക്കാറ്, ആ നീയത്തിൽ അയാൾ പരസ്യമാക്കി അത് അയാൾക്ക് കൂലിയുണ്ട്. അപ്പൊ അതായിട്ട് ഇക്കൂടെ ചൊല്ല, അങ്ങനെ നിങ്ങൾ പരസ്യമാക്കി ഫനിഇമ്മാഹി അത് നല്ലമേ, അതിൽ തപ്പെന്തുമില്ല. ആയെങ്കിലാ വൈൻ തുഖ്ഫൂഹ നിങ്ങൾ രഹസ്യമാക്കി വെച്ചാർ, ആർക്കും നിങ്ങൾ കാട്ടാണ്ട് ആരട്ടും ചൊല്ലാണ്ട് നിങ്ങൾ രഹസ്യമാക്കി കൊടുത്തിട്ടായെങ്കിൽ വതുഉതുഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ അത് ഫക്കീർമാരായ ആവശ്യമുള്ള ആൾമാർക്ക് നിങ്ങൾ അത് രഹസ്യമായിട്ട് കൊടുത്തെങ്കിൽ അതായിട്ടിക്കരുത് നിങ്ങൾക്ക് ഖൈർ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചൊന്ത. അപ്പൊ ഇതിരെ വിശദീകരിക്കുന്നവരുടെ പണ്ഡിതന്മാർ ചൊന്നാർ അൽ ജാഹിറു ബിൽ ഖുർആൻ കൽ ജാഹിരി ബിസ്സദഖ. ഒരാൾ ജോറ് ഖുർആൻ ഓതരുത് ഈ എല്ലാവരും കാണുമ്പോഴത്തേക്ക് സദഖ കൊടുക്കുന്ന ആളിനെ പോലെ ഇട്ടിക്കുന്നുണ്ട്. ചില സന്ദർഭത്തിൽ ഞങ്ങൾ ജോറ് ഖുർആൻ ഓതി അതിക്ക് ചിലപ്പോൾ കൂലി കിട്ടും. ഞങ്ങൾ ഔത്തു ഞങ്ങൾ മക്ക ഓതട്ട് ചൊന്ത് ഞങ്ങൾ ചിലപ്പോൾ ജോറ് ഓതുക. പള്ളിയിൽ ആരും ഖുർആൻ ഓതില്ല, എല്ലാവരും പലക്ക പറഞ്ഞുള്ളവർ. അപ്പം ഞങ്ങൾക്കെല്ലാം ജോറ് ഖുർആൻ ഓതിയെങ്കിൽ ബാക്കി നിങ്ങൾ ഖുർആൻ ഓതർ, അങ്ങനെ നീയത്തിൽ നിങ്ങൾ ജോറ് ഓതരെങ്കിൽ നല്ലമേ ആയെങ്ക വൽ മുസിറു ബിൽ ഖുർആനി കൽ മുസിറി ബിസ്സദഖ. ആയെങ്കില നിങ്ങൾ ആരും കാണാണ്ട് ആർക്കും ഗൊന്തില്ലാണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ ഓതരുണ്ടായെങ്കിൽ രഹസ്യമായിട്ട് സദഖ കൊടുക്കുന്നതിക്ക് സമാനം. അതായത് ಅದಕ್ಕೆ കൂലി എന്തുണ്ടു ಯಾರ ಉಂಡು ಚೊಲ್ಲದೇಟ್. അപ്പം ഞങ്ങൾ രഹസ്യ ജീവനത്തെ ഞങ്ങൾ അയത്തര ഞങ്ങൾ ക്ലിയർ ആക്കുക. രഹസ്യ ജീവനത്തെ ഒരു പ്രത്യേകത ചൊന്നെങ്കിൽ പണ്ഡിതന്മാർ ചൊല്ലത് രഹസ്യ ജീവന ചൊല്ലത് ഞങ്ങളും അള്ളാഹു മാത്രം, അതിനിടയിൽ ಬೇರೆ ഒരാൾക്കും എന്തില്ല അവിടെ ഇടപെടുകില്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളും അള്ളാഹു മാത്രം അവിടെ ഞങ്ങൾ ഔത്തങ്ങ കാണില്ലല്ലേ. മുന്നോട്ട് കല്ല് പോയെങ്കിൽ സലഫുമാരെ ജീവനത്തിൽ കാണാം അങ്ങനെ ചില സന്ദർഭത്തിൽ ഇബാദത്തെടുത്തോ ഇന്നാറ് അങ്ങനെ സ്വന്തം പിഞ്ഞായിക പോലും എന്തായില്ല ഗൊന്തില്ല. ചില സലഫുമാർ അങ്ങ് കിടന്നുറങ്ങിയിട്ട് അങ്ങ് ബുൾപുട്ടോ ഇന്നാറ് ബുൾപുട്ടിട്ടു അങ്ങ് തല വെക്കുന്നതായി വിസാദ തലങ്ങാണി ഉണ്ടല്ലേ
ಅದು ಚಂಡಿಯಾಯೋ ಇಂತ ಮಾತ್ರ ಇಪ್ಪತ್ತು കിടക്കുന്ന പെഞ്ഞായിക്ക് അയാൾ ബുൾപുട്ടുകൊണ്ടുള്ളത് ഗൊന്തായോ ഇല്ല. കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ചണ്ടി കാണുമ്പോൾ കയറ്റിക്കര് ചില സന്ദർഭത്തിൽ ഗൊന്തായോ ഇന്നേ ചൊന്തല്ല നമുക്ക് ചരിത്രത്തിൽ കാണുക സദർ. അത്രയും അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് രഹസ്യമായ ഇബാദത്തുക്ക് വലിയ പ്രാധാന്യത്തെ അങ്ങ് കൊടുത്തോ എന്നാറ് ചൊന്ത് നമുക്ക് കാണുക സാധ്യവും. മാത്രമല്ല നോക്കൊരു സഹോദരന്മാരെ, സ്വതക്കത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഹദീസിൽ ചൊന്തു, സ്വതക്കത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്. നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കാറാ അള്ളാഹുരെ അർസത്തെ അത് ഇല്ലാണ്ടാക്കർ. അള്ളാഹുരെ അർസത്തെ അത് ഇല്ലാണ്ടാക്കർ രഹസ്യമായിട്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ. അപ്പൊ രഹസ്യമായിട്ട് സ്വതക്ക കൊടുക്കുക ഇണ്ടത്തെ കാലത്ത് ഞങ്ങൾക്കെന്തും വലിയ തടസ്സൊന്നുമില്ല. ഞങ്ങൾക്കൊരു പിന്നെ ഒരു പള്ളിക്ക് പോകുമ്പോൾ ഒരു 5 റിയാൽ ഞങ്ങളെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഉണ്ട്. ഞങ്ങൾക്ക് എന്തെല്ലാം സംവിധാനമുണ്ട് സ്വതക്ക കൊടുക്കും. അപ്പം രഹസ്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു, രഹസ്യമായിട്ട് ഞങ്ങൾ ആക്കുന്നു, രഹസ്യമായിട്ട് ഞങ്ങൾ നിസ്കരിക്കുന്നു, രഹസ്യമായിട്ട് ഖുർആൻ ഓതുന്നു. അതൊക്കെ വലിയ പ്രാധാന്യത്തെ ഇസ്ലാം കൊടുത്തുണ്ടായിട്ടിരിക്കുന്നു. നോക്കൊരു ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പഠിപ്പാട്ടിയ ഒരു നിസ്കാര ഫർള് നിസ്കാരത്തിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ചൊല്ലത് അത് ജാവത്തെ നിസ്കാരമായിട്ട് അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാര കല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരം ഏത്? അത് സ്വലാത്തുൽ ലൈൽ. നിങ്ങൾ ജാവു നിസ്കരിക്കുന്നതായ നിസ്കാരമായിട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടിട്ട് ജാവത്തെ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നിശ്ചയിച്ചത് പണ്ഡിതന്മാരോട് വിശദീകരിക്കാറ്. ജാവു ചൊല്ലത് അത് ഞങ്ങൾ ആൾമാർ ആരും കാണാത്ത ഒരു സന്ദർഭമായിട്ടിക്കറ്. ഞങ്ങളെ രഹസ്യമായ ജീവന ഞങ്ങും അള്ളാഹു മാത്രം ഉള്ളതായ ആ ഒരു സന്ദർഭം. അതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിശ്ചയിച്ച് ആ സുലുസുൽ ലൈലിൽ അഖീറ ജാവുര 1/3 ബാക്കിയാവുന്നതായ ആ സുബൈര തെല്ല് മുന്നലുള്ളതായ ആ ഒരു ടൈം ಅದಕ್ಕೆ വലിയ പ്രാധാന്യത്തെ ഇസ്ലാം കൊടുത്തു. അപ്പൊ ഇതെല്ലാം സഹോദരന്മാരെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവുന്നത് രഹസ്യമായ ജീവനത്തെ ഞങ്ങൾ എപ്പം ശുദ്ധമായിട്ട് ബൈക്കണു. പണ്ഡിതന്മാർ പഠിപ്പാട്ടിയതുപോലെ ആ രഹസ്യ ജീവനത്തെ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ ക്ലിയർ ആക്കി വെക്കറമ അത്രത്തോളം ഞങ്ങളുടെ ജീവനത്തിൽ ഇസ്തിഖാമത്തിക്കർ. ഇസ്തിഖാമത്തിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് ചൊല്ലേണ്ട ആവശ്യകതയില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഇസ്തിഖാമത്തിന്റെ ആൾമാർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു നിഅമത്ത് അങ്ങനെ ദുനിയാവുരെ ജീവിതത്തിൽ. എന്തിരെ അങ്ങനെ ജീവനത്തെ ദുനിയാവുരെ ജീവനത്തെ ആ ലാസ്റ്റ് മൊമെന്റില് അള്ളാഹുരെ റഹ്മത്തിര മലക്കിറങ്ങ ബന്ത് അങ്ങനൊട്ടിಗೆ ಸ್ವರ್ಗ ವಾಗ್ದಾನ ಕೊಡುಕ್ರೆ. ನಿಂಗೆ ಸ್ವರ್ಗ ಉಂಟು ಉಂಟು അങ്ങ് മരിക്കുമ്പത്തു അങ്ങ് വാഗ്ദാനം കൊടുക്കറേ ഒരേ ഒരു വിഭാഗം ആര്? അല്ലദീന ഖാലു റബ്ബുനല്ലാണ്ട് ചൊന്ന ആൾമാർ. അത് പരസ്യ ജീവനത്തിൽ റബ്ബുനല്ലാണ്ട് ചൊന്നെങ്ങുമയ്യാവാ ഇല്ല. സുമ്മസ്തഖാമു പിന്നെ അങ്ങ് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണം. അതെവിടെ? അത് രഹസ്യ ജീവനത്തിലേറ്റിക്കർ. പരസ്യ ജീവനത്തിൽ ഞങ്ങ റബ്ബുനല്ലാ ഞങ്ങളെ റബ്ബ് അല്ലാഹു ഉണ്ട് ഞങ്ങ ചൊല്ല അത് ചൊന്നെങ്ങുമയ്യാവില്ല. ഇസ്തിഖാമത്ത് വേണം. അത് രഹസ്യ ജീവനത്തിലേറ്റിക്കർ. ഇത് ഉള്ള ആൾമാർ കേട്ടിക്കർ തതനസ്സലു അലൈഹിമുൽ മലായിക. അങ്ങനെ മരണത്തെ സന്ദർഭത്തിൽ മലക്കറങ്ങ വന്നിട്ട് അങ്ങൊട്ടിಗೆ അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട ചൊന്തൊരു സന്തോഷ വാർത്ത കൊടുക്കുന്നത് ഇങ്ങനെ ഉള്ളേ ആൾമാർ കേട്ടിക്കർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഇനി നോക്കൊരു രഹസ്യ ജീവനത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചൊല്ലത് തപ്പിൽ നിന്നിട്ട് മഅസിയത്തിൽ നിന്നിട്ട് വേണ്ടാത്ത പ്രവർത്തനത്തിൽ നിന്നിട്ട് ഹറാമിൽ നിന്നിട്ട് ഞങ്ങൾ രഹസ്യ ജീവനത്തെ ശുദ്ധാക്കണു ചൊല്ലതേറ്റി. അതായിട്ടിക്കർ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് രണ്ടും പരസ്പര ബന്ധമുണ്ട്. രഹസ്യ ജീവനത്തിൽ യാറെ ഇബാദത്താക്കുമ്പത്തുകു ഞങ്ങ തപ്പിൽ നിന്നിട്ട് ദൂരെ നിൽക്കുക. അത് ഞങ്ങളെ സഹായിക്കർ. അതേ സന്ദർഭത്തിൽ രഹസ്യ ജീവനത്തിൽ നിങ്ങൾ യാറെ ഹറാമാക്കുമ്പത്തുകു തപ്പാക്കുമ്പത്തുകു നിങ്ങളെ രഹസ്യ ജീവനവും ബെടക്കാവරු, പരസ്യ ജീവനവും അതിരൊಟ್ಟಿಗೆ ബെടക്കാവರು. അതായിട്ടിക്കർ പരിശുദ്ധ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടത്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണ എനിക്കത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയ സഹോദരന്മാരെ, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതായ വിഷയമേ എന്തിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇതെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടുള്ള ഞങ്ങൾ റബ്ബു ചൊല്ലിക്കെത്തി ആ ഒരു വിശ്വാസം. ഈ വിശ്വാസത്തിന് 2 ഭാഗമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലും, അള്ളാഹു ഞങ്ങളെ എപ്പം കണ്ടോ ഇല്ല ഞങ്ങൾ ആക്കുന്നതല്ല അള്ളാഹു കാണ്ട കേക്കറ ചൊല്ല വിശ്വാസത്തിന് 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം ചൊല്ലത് അത് അള്ളാഹു നന്റെ കണ്ടോ ഉള്ള ചൊല്ലുടെ എനിക്കത്തെ വിശ്വാസം ഞങ്ങളെ അഖീദപരമായ വിശ്വാസം. അത് മയ്യാവില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചൊല്ലു ഒരാൾ വിശ്വസിക്കറ അള്ളാഹു കണ്ടോ ഉണ്ടു അല്ലെങ്കിൽ അള്ളാഹു കേട്ടോ ഉണ്ടു വിശ്വസിക്കറ.
അയങ്ക അവന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു കണ്ടോ ഉണ്ടു ചൊല്ലുടെ രൂപത്തിലല്ല അവന്റെ പ്രവർത്തനം ഉള്ളേ. അവന്റെ പ്രവർത്തന കണ്ടെങ്കിൽ അള്ളാഹു കണ്ടോ ഉണ്ടുണ്ടു അവന് വിശ്വസിക്കാണ്ട് ആരും ചൊല്ലല. അല്ലെങ്കിൽ അവന്റെ സ്വഭാവ അല്ലെങ്കിൽ അവന്റെ രഹസ്യ ജീവനെ കണ്ടെങ്കിൽ ആരും ചൊല്ലല അവനക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടുണ്ട്. ആ രൂപത്തിലായിട്ടിരിക്കുക. അതായത് അള്ളാഹു കണ്ടു ഉണ്ട് ചൊല്ലിട്ട് ബോധമേ ഇല്ല. അങ്ങനെയുള്ള ആൾമാരെ വിശ്വാസ സരിയായിട്ടില്ല ചൊന്തു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലത് നമുക്ക് കാണുക സാധ്യമാകും. പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുണ്ടല്ലേ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് യസ്തഖ്ഫൂന മിനന്നാസ്. ആൾമാരെ കാണുക തീരാ ചൊന്തു വേണ്ട എല്ലാ തരത്തിലുള്ള എനിക്കത്തെ പ്രിക്കോഷൻസ് അങ്ങ് എടുക്കുക. ആൾമാരെ കാണുക തീരാ നാണാക്കരുത് നാ മാത്ര ആൾമാരെ കാണുക തീരാ ചൊന്തു വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ആയെങ്കില ഇതെല്ലാം അള്ളാഹു കണ്ടോല്ല. അള്ളാഹു കാണാണ്ടിക്കുക എന്തും നമുക്ക് സ്വീകരിക്കുക എന്തില്ല സാധ്യമില്ല. ഇവിടെ താബിഈങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിത ഒരു ഉദാഹരണരെ അയാൾ ചൊല്ലത് കാണാം. ഒരാള് അവನು ഒരു തപ്പാക്കുക ഭർത്തവറ. അങ്ങനെ തപ്പാക്കുക വേണ്ടിയിട്ട് അവನು അവൻ്റെ ഔത്തെ ഡോറെല്ലാം ക്ലോസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ആരും കേൾക്കുക തീര കാണുക തീര ചൊന്തു അവನು ഒരു തപ്പാക്കുക ഭർത്തവറ. ആ സന്ദർഭത്തിൽ ഒരു വലിയ ശബ്ദം അവനുക്ക് കേൾക്കരുത്, ഒരു സൗണ്ട് കേൾക്കരുത്. ആ സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ അവನು ഡോറ് തുറന്നിട്ടാ അല്ലെങ്കിൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒരു പൂച്ചര അവനുക്ക് കാണും. അപ്പൊ അവನು ആ തപ്പാക്കരുത് നിപ്പാട്ടി ಬಂದೆಂದಿಗೆ ഈ പൂച്ചര സൗണ്ട് കേട്ടിട്ടായിട്ടിക്കറ അവನು ಬಂದ. പൂച്ചര സൗണ്ട് കേട്ടപ്പ ആരാ ഉള്ളാറ് അല്ലെങ്കിൽ ആരാ വന്ന ഉള്ളാറുണ്ട് പേടിച്ചിട്ട് അവൻ എന്താക്കിയ അവൻ ആ പൂച്ചരെ പേടിച്ചിട്ട് ആ തപ്പിൽ നിന്നിട്ട് അവന് ദൂരം നിന്ന. ആയെങ്കില ആ ഒരു ചെറിയ പൂച്ചര പേടിக்கிற മനുഷ്യക്ക് നന്റെ റബ്ബ് നന്റെ കണ്ടോ ഉള്ളൂ ചൊല്ലിക്കത്തെ ബോധം ഇല്ല ചൊല്ലതായിട്ടിക്കറ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കോ സഹോദരി. യാഥാർത്ഥ്യ അതേ അല്ലേ സഹോദരന്മാരെ. ഞങ്ങളെ മൊബൈലിൽ വെച്ചിട്ട് കേൾക്കുന്നതും കാണ്ടതും അല്ലെങ്കിൽ ഞങ്ങൾ ആക്കുന്നതുമെല്ലാം ഇത് ഞങ്ങൾ ആൾമാർ കാണ്ടതിരെ ഞങ്ങൾ മടിക്കിற. ಅದಕ್ಕೆ ഞങ്ങൾ സീക്രട്ടായിട്ട് കോഡ് വയ്ക്കിற അല്ലെങ്കിൽ ഹൈഡാക്കി വയ്ക്കിற എന്തെല്ലാം ರೂಪത്തിൽ മാർഗം ഞങ്ങൾ സ്വീകരിക്കിற. ആൾമാർ കാണുകുತ್ತೀರ നന്റെ മൊബൈൽ ആർക്കും കൊടുത്ത അവനക്ക് അത് ಗೊತ್ತಾಗುತ್ತೀರ. ಅದಕ್ಕೆಲ್ಲ മാർഗ ഞങ്ങൾ സ്വീകരിക്കിற. മാത്ര എത്ര വലിയ കോഡ് ഞങ്ങൾ ഇട്ടെങ്കും എത്ര വലിയ ലോക്ക് ഞങ്ങൾ ഇട്ടെങ്കും എവിടെ ഹൈഡാക്കി വെച്ചെങ്കും ഇത് കാണ്ടതായ ഒരു റബ്ബില്ലേ സഹോദരന്മാരെ. ആ റബ്ബിത് ഒരു നാൾ പറത്തുകൊമ്പല്ലേ. പരിശുദ്ധ ഖുർആനിൽ ചൊന്നതുപോലെ അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദില്ല ഖബീർ അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. ഖബറിലുള്ളത് അല്ലാഹു പറത്തെടുത്തു പണ്ട അതോ മനുഷ്യന്മാർ അല്ലാഹു പറത്തെടുത്തു പണ്ട. അങ്ങനെ പറത്തെടുത്ത് വന്നിട്ട് വഹുസ്സില മാ ഫിസ് സുദൂർ നിങ്ങളെ കൽബറുൽക ഉള്ളതെല്ലാം അല്ലാഹു പരസ്യമാക്കറ അല്ലെങ്കിൽ പറത്തുകൊമ്പണ്ട. അങ്ങനത്തെ ഒരു നാൾ നമുക്ക് ബറവില്ലേ. അള്ളാഹു അതല്ലാതെ ഗൊಂತಾയി ഉണ്ടില്ല അള്ളാഹുಗೂ. അതിൽ പിന്നെ ലാസ്റ്റ് ചൊല്ലേ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദില്ല ഖബീർ. നിങ്ങൾ ആരിൽ നിന്നിട്ട് മറച്ചു വെച്ചെങ്കും നിങ്ങൾ റബ്ബുണ്ടല്ലേ ആ റബ്ബു ಎಲ್ಲ ഗൊಂತುಂಡು അവന്റെ സംബന്ധിച്ചിടത്തോളം അവനക്കത് ഗൊಂತಾವರು ചൊല്ലിക്കത്തെ ഈ ഒരു ആശയത്തെ സഹോദരന്മാരെ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിಬೇಕು. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നൊരു ആയത്തിൽ ചൊല്ലുക വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. നിങ്ങൾ രഹസ്യമായിട്ട് വെച്ചെങ്കും നിങ്ങൾ പരസ്യമായിട്ട് വെച്ചെങ്കും രഹസ്യമായിട്ടാക്കിയെങ്കും പരസ്യമായിട്ടാക്കിയെങ്കും യുഹാസിബുകും ബിഹില്ലാ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബാക്ര ചൊല്ലതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഹിസാബാക്ര. അപ്പം അതുകൊണ്ടിട്ടു ഞങ്ങളെ രഹസ്യ ജീവനത്തെ സഹോദരന്മാരെ എപ്പോഴും ഞങ്ങൾ ಕ್ಲಿಯರ್ ಆಕಿ ಬೇಕು. അവിടെ ഇട്ടിക്കറ് ഞങ്ങൾക്ക് കാണുക സാധ്യವರು അർശിര തണലിക്കിട്ട 7 വിഭാഗ ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ. അതിൽ പ്രധാനപ്പെട്ട 2-3 വിഭാഗത്തെ നിങ്ങൾ പരിശോധിക്കർ. ഒരു വിഭാഗ നബി തങ്ക ചൊന്തു അങ്ങനെ ബൽത്ത കൈ കൊടുത്തത് എർത്ത കൈ ഗൊന്തില്ലാത്ത രൂപത്തിൽ രഹസ്യമായിട്ട് സ്വതക്ക കൊടുത്ത ആൾമാർ. രണ്ടാമത്തെ ഒരു വിഭാഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നാരെ ഒരാള് ദഅതുഹു ഇംറാത്തുൻ ദാതു മൻസബിൻ വ ജമാൽ നല്ല ചന്തമുള്ള ഒരു പെണ്ണ് അവന്റെ ഒരു ഹറാമാക്കുക അവന്റെ ക്ഷണിച്ചിട്ട് ജാത്തു മൻസബിൻ വ ജമാൽ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉദാഹരണം നിങ്ങൾ നോക്കൂ. വെറുതെ ഒരു പെണ്ണല്ല, ജാത്തു മൻസബ് നല്ല സ്ഥാനമുള്ള ഒരു പെണ്ണ്. അഥവാ അവനൊരു ഹറാമ് ആ പെണ്ണ് മുഖാന്തരം ആക്കിയിട്ടായെങ്കിൽ ആരും അവന്റെ ശിക്ഷിക്കുക പോകണ്ട. അത്രയും വലിയ സ്ഥാനമുള്ള ഒരു പെണ്ണ്, ഒരു ചന്തമുള്ള ഒരു പെണ്ണ് അവന്റെ ഒരു ഹറാമാക്കുക ക്ഷണിച്ചിട്ട് അവനതാക്കുക റെഡിയായില്ല. ഇനി അഖാഫുല്ലാ നക്കല്ലാഹുരെ പേടിയുണ്ടു ചൊന്ത അവനതിൽ ബുട്ടു നിണ്ട. ഇതായിട്ട് അർശുര തണൽ ലഭിക്കത്തെ 7 വിഭാഗത്തിൽ രണ്ടാമത്തെ വിഭാഗ. മൂന്നാമത്തെ വിഭാഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ദക്കറല്ലാഹ ഖാലിയ. മൂന്നാമത്തെ വിഭാഗാറ് അങ്ങ ഒർത്തനെ തെച്ചിട്ടിക്കുമ്പോൾ അല്ലാഹുര അവന് നെനപ്പാക്കിയ ഫഫാലത്ത് ഐനാ അവന്റെ കണ്ണിൽ നിന്നിട്ട് തന്നി വന്ന് അല്ലാഹുര നെനപ്പാക്കിട്ട് അങ്ങനെ ഉള്ള ആളായിട്ട് മൂന്നാമത്തെ വിഭാഗം. അപ്പൊ അർശുര തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ 3 വിഭാഗ ആൾമാറും
ഈ രഹസ്യ ജീവനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ക്ലിയർ ആക്കിയ ആൾമാർ ഇട്ടിക്കാറ് 3 വിഭാഗ ആൾമാർ. 4ാമത്തെ വിഭാഗം ഇതിലൊಟ್ಟಿകമേ ചൊല്ലുക ഒരു വിഭാഗം ഇട്ടിക്കർ. എന്തിനെ ബാലക്കാരന്മാരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഒരു ബാലക്കാര അവൻ എന്താക്കി അവന് ഇബാദത്തിലായിട്ട് അവൻ്റെ യുവത്വത്തെ അവന് സ്പെൻഡ് ആക്കിയാണ്ടായെങ്കിൽ അവൻ ഈ വിഭാഗത്തിൽ പെടുക. അപ്പൊ ഇബാദത്ത് ക്ലിയർ ആവണുണ്ടായെങ്കിൽ അവൻ്റെ രഹസ്യ ജീവന ക്ലിയർ ആവണു ചൊല്ലതിൽ യാതൊരു സംശയവും ഇല്ല ചൊല്ലതേറ്റിക്കർ. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് വേണ്ടി. ഇത് എന്തുകൊണ്ട് ചൊന്ന ഇണ്ടത്തെ കാലഘട്ടം ചൊല്ലത് ഞങ്ങളെ രഹസ്യ ജീവനത്തെ ഒരു നിലക്കും ക്ലിയർ ആക്കി വെക്കൂ അവസര തറാത്തെങ്കത്തെ ഒരു കാലഘട്ടം ഇട്ടിക്കർ ഇണ്ടത്തെ കാലഘട്ടം. ഞങ്ങൾ എത്ര നല്ല ഒരു ദീനിയായ നല്ല ഒരു വിഷയം ഞങ്ങൾ പഠിക്കുക പോയിട്ടായെങ്കിലും അവിടെയും ഹറാമായ എന്തെങ്കിലും ഒന്നും ഞങ്ങൾ വിചാരിക്കാണ്ടെ കാണുക ഒരു അവസര അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇണ്ട് ജീവിച്ചോളാം. ആ കാലഘട്ടത്തിൽ നല്ല ശക്തമായ തഖ്വയും അള്ളാഹുരെ പേടിയും ഇല്ലാണ്ടായെങ്കിൽ സഹോദരന്മാരെ ഒരിക്കലും ഞങ്ങൾക്ക് വിജയിക്കുക സാധ്യമില്ല. ആ സന്ദർഭത്തിൽ ഞങ്ങൾ നെനപ്പാക്കണ ഇങ്ങനത്തെ പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുരെ പേടിച്ചിട്ട് ഒരാൾ ജീവിച്ച എന്നൊരു ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ചൊല്ലാറ് എന്തിനാ അള്ളാഹുരെ പേടിക്കരെ ചൊന്നെങ്കിൽ അതൊരു ഉദ്ദേശ അതിന്റെ അർത്ഥം എന്തിനാ വെറുതെ അള്ളാഹുരെ പേടിക്കരണ്ട അല്ല. പണ്ഡിതന്മാർ പഠിപ്പാട്ടാറ് തഫ്സീറിൽ ഒരാൾക്ക് ഒരു ഹറാമാക്കുക ഒരു ചാൻസ് കിട്ടിട്ട് അല്ലെങ്കിൽ ഹറാമാക്കിற ഒരു സാഹചര്യം അവൻ്റെ മുന്നിൽ ക്ലിയർ ആയിട്ടുണ്ട്, ആരും കാണുകയില്ല കേൾക്കുകയില്ല എന്തുമില്ല, അവനുകു ആ ഹറാം അവനുക്ക് ആക്കാം അത്രയും ക്ലിയർ അവനുകു ചാൻസ് ഉണ്ട്. ആ സന്ദർഭത്തിൽ അവന് പേടിച്ച നമ്മൾ പാട്ട് ചൊന്നതുപോലെ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നന്റെ നോക്കിയോ ഉണ്ട്, നാണിതാക്കരുത് ആറ് കണ്ടില്ലെങ്കിൽ നന്റെ റബ്ബു കാണ്ട, നാണിപ്പം മരിച്ചെങ്കിൽ ഇതേ അവസ്ഥയിൽ നാണ് മരിക്കണവർ, ഇതേ അവസ്ഥയിൽ നാ മരിച്ചെങ്കിൽ നാളെ ഖിയാമത്ത് നാൾ ഇതേ രൂപത്തിൽ നക്ക് അള്ളാഹുര മുന്നിൽ നിൽക്കണവർ. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നാം മരിച്ചെങ്കിൽ ഒരു തൗബാക്കുക നക്ക് ചാൻസ് ഇക്കല, ഞാൻ എങ്ങനെ നന്റെ റബ്ബുര മുന്നിൽ പോയി നിൽക്കുക. അങ്ങനെ പേടിച്ചിട്ട് അവൻ അതിൽ നിന്നിട്ട് ബാക്ക് വന്ന തപ്പ അവൻ ആക്കില്ലാണ്ടായെങ്കിൽ ജന്നതാൻ അവനുക്ക് 2 സ്വർഗം ഉണ്ടു, അല്ലെങ്കിൽ സ്വർഗത്തില് 2 വലിയ തോട്ട അവനുകുണ്ടു. ഈ 2 രൂപത്തിലും അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിര. അപ്പൊ ഇതാർക്ക് രഹസ്യ ജീവനത്തിൽ അള്ളാഹുരെ സൂക്ഷിച്ച ആൾമാർ, രഹസ്യ ജീവനത്തിൽ അള്ളാഹുരെ പേടിച്ച ആൾമാർ, അവിടെ രഹസ്യ ജീവനത്തെ ഞങ്ങൾ സൂക്ഷിക്കൊണ്ട് ചൊല്ലതേറ്റിക്കർ. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ചില ആൾമാരെ വിഷയത്തിൽ ചൊല്ലു, അയാൾ ചൊല്ലു 3 വിഭാഗ ആൾമാർ അയാൾ ചൊല്ലു. ഇതിൽ ഞങ്ങൾ ഏത് വിഭാഗത്തിലുള്ളാട്ട് നാണും നിങ്ങൾ പരിശോധിക്കണം. ഡയറക്റ്റ് ചൊല്ലുക വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ ക്ലാസ് കഴിഞ്ഞ് റിട്ടേൺ പോകുമ്പോൾ ഞങ്ങളിട്ടൊന്ന് കേൾക്കുക ഈ 3 വിഭാഗത്തിൽ ഞാൻ ഏത് വിഭാഗത്തിലുള്ള. 1ാമത്തെ വിഭാഗത്തിൽ ചൊല്ലു ഇദാ വാഫഖത്തി സരീറത്തുൽ അലാനിയ ഫദാലിക്കൽ അദ്ൽ. 1ാമത്തെ വിഭാഗ അങ്ങനെ രഹസ്യ ജീവനവും പരസ്യ ജീവനവും ഒരുപോലെ ഇട്ടിക്കർ. അങ്ങനെ രഹസ്യത്തിൽ എങ്ങനെ ഉള്ളാറാ അങ്ങനെ അങ്ങ് പരസ്യത്തിലും ഉള്ളാർ. അതിനർത്ഥ പരസ്യ ജീവനത്തിൽ ഒരു വേണ്ടാത്ത മനുഷ്യ രഹസ്യ ജീവനത്തിൽ വേണ്ടാത്ത മനുഷ്യ അങ്ങനല്ല, അവന് പരസ്യമായിട്ട് ആൾമാരെ മുന്നോളൂ നിസ്കാര ഇബാദത്തി അല്ല ഒരു മീഡിയം രൂപത്തിലുള്ള ജാഗ്രത ആക്രമണു, ഹറാമിൽ നിന്നിട്ടുള്ള പരിപൂർണമായിട്ട് പുട്ടുതിக்கிறോണു. രഹസ്യത്തിലും അവൻ അങ്ങനെ ഉള്ള ഫദാലിക്കൽ അദ്ൽ, അതൊരു അദ്ലായിട്ടിക്കർ, അതൊരു നീതിയായിട്ടിക്കർ. അയെങ്കില വഇദാ കാനത്തി സരീറത്തു അഫ്ളലു മിനൽ അലാനിയ, അവൻ്റെ രഹസ്യ ജീവന പരസ്യത്തെ കാട്ടിയും ശുദ്ധമായത്. പരസ്യ ജീവനത്തിൽ അവൻ്റെ വിഷയത്തിൽ ആരട്ടും കേട്ടെങ്കിൽ അവನು ತೊಂದರೆಯಿಲ್ಲ നല്ല മനുഷ്യൻ അങ്ങനെ ആ ഒരു രൂപത്തിൽ ആൾമാർക്ക് അവൻ്റെ അഭിപ്രായമില്ല. ആയെങ്കിൽ അവൻ്റെ രഹസ്യ ജീവനത്തേക്ക് പോയെങ്കിൽ അവನು ബംഗാറ് പോലത്തെ മനുഷ്യൻ, അഥവാ അത്രയും അള്ളാഹുവുമായിട്ട് ബന്ധമുള്ള ആളവൻ. നിസ്കാരവും ജാവത്ത് നിസ്കാരവും ദിക്റും ഖുർആനോത്തും അങ്ങനെ രഹസ്യ ജീവന പരസ്യത്തെ കാട്ടിയും ചന്ത കൊണ്ടു നടക്കുന്ന ആൾമാർ. ഫദാലിക്കൽ ഫദൽ, അത് എല്ലാവർക്കും കിട്ടില്ല, അത് അള്ളാഹുര വലിയ ഒരു ഫദൽ, അള്ളാഹുര വലിയ ഒരു അനുഗ്രഹം, ഒരു തൗഫീഖ് ആയിട്ടിക്കറ്. അതിനെ നിങ്ങൾ അള്ളാഹുട്ടെ കേൾക്കണം. ഇനി 3ാമത്തെ ഒരു ഭാഗം ഉള്ളാറ് വൈദാ കാനത്തിൽ അലാനിയത്തു അഫ്ളലു മിനസ് സരീറത്ത്. എന്തിരെ അവൻ്റെ പരസ്യ ജീവന രഹസ്യത്തെ കാട്ടിയും നല്ല ഉണ്ട്. പരസ്യ ജീവനത്തിൽ ഭാരി നല്ല മനുഷ്യ ആൾമാർക്ക് എന്തും അവൻ്റെ വേണ്ടാത്തത് ചൊല്ലുകില്ല, നിസ്കാരവും അതും ഇതും ಎಲ್ಲ ಜಾಗೃತ ಆಕರ ಸದಕ ಕೊಡ್ಕರ ಎಲ್ಲ ಆಕರ ಆಯಂಗಿಲ ಅವನ ರಹಸ್ಯ ಜೀವನ ಚೊಲ್ಲದು ಅದು ಅಲ್ಲಾಹುಗೂ ಮಾತ್ರಗೊಂದು ಅತ್ತರೆയും ಬೇಂಡಾത്ത ഒരു ജീവനായിട്ടിക്കറ അവനുകുള്ളി. അങ്ങനെ ഉണ്ടായെങ്കിൽ ഫദാലിക്കൽ ജൗറു വഹാദ ദുൽം, അതൊരു ദുൽമായിട്ടിക്കറ നിങ്ങളെ സ്വന്തം തൊട്ടിക കാട്ടിറങ്ങിക്കത്തെ അള്ളാഹുര വിഷയത്തിൽ നിങ്ങൾ കാട്ടിറങ്ങിക്കത്തെ വലിയ ഒരു ദുൽമായിട്ടിക്കറ ചൊന്തു സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലത് നമുക്ക് കാണുക സാധ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിഷയത്തിൽ ഞങ്ങളെ രഹസ്യ ജീവനത്തെ
എപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പിന്നൊരു സന്ദർഭത്തിൽ അയാൾ ചൊല്ലുന്ന പലക്ക് കാണാം, അല്ലാഹ് നിങ്ങൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത ആക്കറു, ഇയാക്ക നിങ്ങൾ സൂക്ഷിക്കണു, അൻതകൂനു അദുവൽ ഇബ്ലീസ ഫിൽ അലാനിയ. നോക്കറു, നിങ്ങൾ അയാൾ ചൊല്ലുന്ന ആ പദപ്രയോഗം നോക്കറു, പരസ്യ ജീവനത്തിൽ നിങ്ങൾ ഇബ്ലീസിന്റെ ശത്രുവായിട്ട് നിങ്ങൾ ജീവിക്കാർ. ആൾമാരട്ട മുണ്ടത്ത് നോക്കിയങ്ങോണു ഭയങ്കര ഒരു ഈമാന്റെ നടുത്തെ കഷ്ണ ചൊല്ലിട്ടല്ല ആ രൂപത്തിൽ അവನು മുണ്ടറ. അഥവാ പരസ്യ ജീവനത്തിൽ അവൻ ഇബ്ലീസിന്റെ ശത്രുവായിട്ടുള്ള ആയെങ്കില സ്വദീഖൻ ലഹു ഫിസിർ, രഹസ്യ ജീവനത്തിൽ ഇബ്ലീസിന്റെ ചങ്ങായി ആയിട്ടിക്കറ അവസ്ഥ ആലോചനാക്കി നോക്കൂ. നിങ്ങൾ എത്ര ഗൗരവമുള്ള ഒരു പലക്ക. പരസ്യ ജീവനത്തിൽ അവನು ഇബ്ലീസിന്റെ ശത്രുവായിട്ടിക്കറവನು. അവന്റെ പലക്ക കേട്ടെങ്കിൽ അല്ലെങ്കിൽ അവന്റെ രൂപ കണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് കണ്ടെങ്കിൽ ആൾമാരെല്ലാം ആശ്ചര്യപ്പെട്ടാർ. ആ രൂപത്തിലുള്ള രഹസ്യ ജീവനത്തില ഇബ്ലീസിന്റെ ചങ്ങായി ആയിട്ടുള്ളവൻ, അത്രയും ക്ലോസ് ഇബ്ലീസ് ഇട്ടുണ്ട്. അവ അത്രയും ബെടക്കായിട്ടിക്കറവുണ്ട് രഹസ്യ ജീവന. അതേപോലെ ബിലാൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്ന പലക്ക, അല്ലാഹ് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കറു, ലാ തകുനു വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ. പാട്ട് ചൊന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. അഥവാ പരസ്യ ജീവനത്തിൽ അല്ലാഹുവെ വലിയരെ പോലെ ഉണിക്കറ. അവന്റെ നിസ്കാരവും അവന്റെ ഇബാദത്തും ആൾമാരൊട്ടിക്കുള്ള ഇടപെടലുള്ള കണ്ടെങ്കിൽ അവനൊരു അല്ലാഹുവെ വലിയ ആൾമാർ വിചാരിക്കുവാർ. ആ രൂപത്തിലായിട്ടിക്കറു. വഅദുവഹു ഫിസ്സരീറ, രഹസ്യ ജീവനത്തിക്ക് പോയെങ്കിൽ അല്ലാഹുവെ ശത്രുവായിട്ടിക്കറവണു, അല്ലെങ്കിൽ ആ രൂപത്തിലായിട്ടിക്കറവന്റെ പ്രവർത്തന. അങ്ങനെ നിങ്ങൾ ആവോഗു തീരാ സഹോദരന്മാർ. ഇത് നങ്ങും ജാഗ്രത ആക്കണം. നങ്ങോ അങ്ങനെ ആവോഗു തീരാ. ഇത് വെറുതെ ഒരു പലക്കത്തേക്ക് ചൊന്നു പോകണായ വിഷയമല്ല. ഇത് നങ്ങ ജാഗ്രത ആക്കണ, ഞങ്ങളെ ജീവനത്തിൽ കൊമ്പറിനായ വിഷയ. ഇത് ഞങ്ങൾ ജാഗ്രത ആക്കണം. ഞങ്ങളെ രഹസ്യ ജീവനം എങ്ങനെ ഉണ്ടു നിങ്ങൾ പരിശോധിക്കറും. ഞങ്ങളെ മൊബൈൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നീ എന്ത് വേണമെങ്കിൽ ഇതിൽ നോക്കു ചൊന്തു ഞങ്ങൾക്ക് കൊടുക്കുക സാധ്യമുണ്ടാ? ഞങ്ങളെ മൊബൈലിൽ ബണ്ടതും കേൾക്കുന്നതുമില്ല അതെല്ലാം പ്രൊട്ടക്റ്റ് ആക്കുകയും സൂക്ഷിക്കുകയും ഉണ്ട്. ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. എത്രത്തോളം ഞങ്ങൾ ആ വിഷയം ഞങ്ങൾ ജാഗ്രത ആക്കറ. രഹസ്യമായിട്ട് ഞങ്ങൾ മൂവീസ് കാണുമ്പോൾ ആൾമാർ ഗൊന്തില്ലാണ്ട് അല്ലേ, പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴത്തുക അല്ലെങ്കിൽ ഗാഡിയിൽ പോകുമ്പോഴത്തേക്കും മ്യൂസിക് കേട്ടോ പോണ്ട ആൾമാർ ഉള്ളാർ, അല്ലെങ്കിൽ കാണ്ട ആൾമാർ ഉള്ളാർ. ഹറാമായ വേറെ പലതും കാണ്ടതും കേൾക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതായ ആൾമാർ ഞങ്ങൾ റായത്ത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളാർ. ഇത്ര ഗൗരവമുള്ള വിഷയ അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പർത്ത് കൊണ്ട് വണ്ടേക്ക് മുന്നലു ദുനിയാവിലെ ചില സന്ദർഭത്തിൽ അല്ലാഹു അതിനെ പർത്ത് കൊണ്ടുവരുക. അത് ഞങ്ങ അവിടെ അടിഗര ഇട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കണ ഒരു പലക്കായിട്ട്. ഇത് പരലോകത്ത് മാത്രമല്ല, ചില ആൾമാരെ അങ്ങനെ ആ ഒരു രഹസ്യ ജീവനത്തെ എത്രത്തോളം അങ്ങ് ബെടക്കായിരാറ അതിനനുസരിച്ചിട്ട് ചില ആൾമാരത് അല്ലാഹു ദുനിയാവിലെ അത് പർത്ത് കൊമ്പണ്ടാണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ പർത്ത് ബറുവത് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഇടപെടക്കൂ. ഇടപാട് ആറ് മുന്തിക്കല കാണ്ടെങ്കല്ല വിചാരിക്കുവാർ നല്ല മനുഷ്യവണു, നല്ല താടിയെല്ലാം വെച്ചിರ നല്ല നിസ്കാര നോമ്പ് എല്ലാം കൊണ്ട് ഭാരി നല്ല മനുഷ്യ. മാത്രമല്ല ഞങ്ങളെ രഹസ്യ ക്ലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാൾ ദുനിയാവുള്ളത് അല്ലാഹു പർത്ത് കൊമ്പണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ഭാരി ജാഗ്രത ആക്കണം ഈ വിഷയത്തിൽ. രഹസ്യ ജീവന എപ്പം ഞങ്ങൾ ക്ലിയർ ആക്കി വെക്കണു ചൊല്ലതായിട്ടിക്കറ് ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യവരുത്. മഹാനായ സുലൈമാൻ തൈമി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലർ പലക ഇന്ന റജുല ലയുസീബു ദംബ ഫിസിർ ഫയുസ്ബിഹു അലൈഹി മദല്ലതുഹു. ഒരാൾ രഹസ്യ ജീവനത്തിൽ ഒരു തപ്പാക്കിയെങ്കിൽ അത് പരസ്യ ജീവനത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ പർത്ത് ബണ്ടുണ്ട്. ಅದಕ್ಕೊಂದು ಉದಾಹರಣೆ ಇಟ್ಟಿಕರಲ್ಲಿ ಚೊಲ್ಲ ಮೊದಲ ತವಣಗೊರು ನಿಂದ್ಯದ ಆಲ್ಮಾರೆಡಲ್ಲ ಅವನಿಗೆ ಇಕ್ಕರುಂಟು. ಅದು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ഈമാനിന്റെ ആൾമാരെ മനസ്സിൽ നിന്നിട്ട് അവണ്ടട്ടിക്കുള്ള പിർസത്തെ അള്ളാഹു എടുക്കറാട്ട് സ്വാഭാവികമായിട്ട്. അവൻ്റെ രഹസ്യ ജീവന ക്ലിയർ അല്ല. അപ്പോൾ അള്ളാഹു ഈമാനിന്റെ ആൾമാരെ മനസ്സിൽ അവണ്ടട്ടിക്കുള്ള പിർസത്തെ അള്ളാഹു എടുക്കറ. അവണ്ടട്ടിക്കുള്ള ആ ബഹുമാനത്തെ അവണ്ടട്ടിക്കുള്ള ആ ഒരു എന്തിന മുന്നൊലിന്ന ആ ഒരു ബന്ധം ഇല്ല അവണ്ടട്ട ആൾമാർക്ക്. അങ്ങനെ നമുക്ക് എപ്പെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങളെ രഹസ്യ ജീവനത്തെ നിങ്ങൾ നോക്കിയ മയ്യാവും. ഞങ്ങളെ രഹസ്യ ജീവനത്തിൽ എവിടമാ എന്തിരമാ ഒരു പ്രോബ്ലം ഉണ്ടു അത് കാരണം ഇട്ടിക്കറതുണ്ടായത്. അതുകൊണ്ട് സഹോദരന്മാരെ ഭാരി ജാഗ്രതയിൽ ഈ വിഷയത്തെ നിങ്ങൾ കാണണു, ഈ വിഷയത്തെ നിങ്ങൾ ജാഗ്രത ആക്കണു ചൊല്ലതെ ഇട്ടിക്കറതും കൂടെ നിങ്ങളൊട്ടിക്ക് നെനപ്പാക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം നാളെ പർത്ത് കൊമ്പുണ്ടതായ ഒരു നാളുണ്ടു. അത് എപ്പോൾ ഞങ്ങൾ മരിக்கிற ആ സന്ദർഭത്തിൽ അത് സ്റ്റാർട്ട് ആവും. അത് ഞങ്ങൾക്ക് യാരെ വിശദീകരിக்கிற ആവശ്യകതയില്ല, ഞങ്ങൾക്കുള്ള ബോധം ഉള്ള വിഷയത്തിക്ക്. അപ്പം അതിനെ ഗൗരവത്തിൽ കണ്ടിട്ട് ഞങ്ങളെ പരസ്യ ജീവനത്തെ കാട്ടിയും ചന്തായിട്ട് ഞങ്ങളെ രഹസ്യ ജീവനത്തെ കൊമ്പോകും ഞങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ജാഗ്രത ആക്കിയിട്ട് ഇസ്തിഖാമത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.